കൊള്ളാം. ചരിച്ചു. അവന് കഴിക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ നീ തിന്നിട്ട് പോയാൽ മതിട്ടാ. ഇതിപ്പോ ആകെ ടെൻഷനായി കഴിച്ചു. ഇപ്പോ ഇർഷാദിനെ വിളിച്ചിട്ട് കിട്ടണില്ല. ഇർഷാദിന് ഒരുപാട് കോളായി ഞാൻ വിളിക്കുന്നു. ഗോകർണ നല്ല സ്ഥലമാണ്. അവിടെ ഒരുപാട് കാണാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് ഒരു 50 കിലോമീറ്ററുള്ളൂ. നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും അവിടെ എത്തും. അതെത്തിയിട്ട് ഗോകർണ ചെന്നിട്ട് ഗോകർണ കാണാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഉച്ചയോടുകൂടി തന്നെ നമ്മൾ റൂം എടുത്ത് അങ്ങോട്ട് കയറാനുള്ള പരിപാടിയാണ്. നമ്മൾ ഇറങ്ങാണ്. നേരെ കാറ് പിടിക്കുക, അല്ലെങ്കിൽ ഗോകർണ. ഇതാണ് ഇന്നത്തെ ലിപ് ബാമാന്ന് വിചാരിച്ചിട്ട് ലിപ്സ്റ്റിക് വാങ്ങിയാള്. ചുണ്ട് നോക്ക്. അയ്യോ, ലിപ് ബാം ചോദിച്ചതാ. ലിപ്സ്റ്റിക് എടുത്ത് കൊടുത്തു. അവൻ എടുത്ത് പരട്ടി. ഞാനിവൻ തേക്കണത് കാണും ചെയ്തു. പക്ഷെ ഞാൻ വിചാരിച്ച ലിപ് ബാം ഇപ്പൊ അങ്ങനത്തെ കളറുള്ളത് വരുന്നതാവും. ഇത് കണ്ട ആരും ലിപ്സ്റ്റിക് ആന്ന് പറയില്ലല്ലോ. അയ്യോ, ഇവിടുത്തെ ഒരു പൂജാരിയാണ്. ഇന്നലെ ഇവർക്ക് നല്ല വർക്കായിരുന്നു. പൂജാരിമാർക്ക് ഒരുപാട് ജോലിയുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഇന്നലെ ദീപാവലി ദിവസം നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇതുപോലെ കാറ് അലങ്കരിച്ചിട്ടിരിക്കുന്നുണ്ടോ, അതുപോലെ വാഹനങ്ങളൊക്കെ അലങ്കരിച്ചിട്ട് ഇപ്പോൾ അവിടെ കാണാം. ഒരു സ്കൂട്ടർ, സൈക്കിൾ വരെ അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ട് ഈ പൂജാരി ഒരാൾ അവിടെ വന്നിട്ട് കുറച്ച് കർമ്മങ്ങളും പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ഇന്നലെ വൈകിട്ടോടുകൂടെ എല്ലാ കടകൾക്ക് മുമ്പിലും വാഹനങ്ങളും മറ്റും കൊണ്ടുവന്നിട്ട് ഓരോ കടക്കാരാണെന്ന് തോന്നുന്നു ഇതുപോലെ പൂജാരിമാരെ കൊണ്ടുവന്നിട്ട് അവിടെ പൂജകൾ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടൊരു കാഴ്ച, ലോറികൾ ഒരു 10ഓളം ലോറികൾ നിരത്തി നിർത്തിയിട്ടാണ് അതിൻ്റെ മുമ്പിൽ പൂജ നടത്തുന്ന ഒരു കാഴ്ച കണ്ടു. പക്ഷെ അത് പകർത്താൻ പറ്റിയില്ല, ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മൊബൈൽ ക്യാമറ എടുക്കാമെന്ന് വെക്കുമ്പോൾ തന്നെ അവിടെ ഒരു സംശയമുണ്ട്. കാരണം ആളുകൾ അതുപോലെ നോക്കിയിരുന്നത്. അപ്പോൾ ചിലപ്പോൾ കർണാടകത്തിലെ ഉൾഗ്രാമമാണ്. അപ്പോൾ എങ്ങനെയാണ് അവർ പ്രതികരിക്കുക എന്നറിയില്ല. ഇവിടെയൊക്കെ വാഹനങ്ങൾ ഇതുപോലെ അലങ്കരിച്ച് നിർത്തിയിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ എല്ലാ വാഹനങ്ങളുടെ മുമ്പിലും ഇതുപോലെ പൂമാലയൊക്കെ ഇട്ടിട്ടാണ് അവർ ഈ ഒരു പൂജയ്ക്കായിട്ട് ഒരുക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഇന്നും കാണാം, ഇന്നും അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് തോന്നുന്നത്. പല വീടുകളുടെ മുന്നിൽ അവർ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. വണ്ടികളൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് പൂമാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സകല ബൈക്കുകളും കാര്യങ്ങളും കാണുന്നതെല്ലാം അതുപോലെ അവർ പൂജയ്ക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. നോർത്തിലൊക്കെ ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് ഇത് സുപരിചിതമായിട്ടുള്ളൊരു സംഭവമായിരിക്കാം. പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. എക്സാക്ട്ലി എന്താണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. നിറയെ പരുന്തുകളാണ് കാണുന്നത്, നേരെ കാണുന്നത്. എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, അത്ര അധികം പരുന്തുകൾ. എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം, അതായിരിക്കും ഇത്ര അധികം പരുന്തുകൾ ഇവിടെ. ഒരുപാട് കണ്ടൽക്കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗം. വെള്ളം സമൃദ്ധിയായിട്ടുണ്ട്. വെള്ളം ഇവിടത്തിന് ഒരു ക്ഷാമമില്ല. ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നൊരു കാര്യം, എനിക്ക് കാണുമ്പോൾ തോന്നുന്ന കാര്യമൊക്കെ അതാണ്. കാരണം എവിടെ പോയാലും കുളങ്ങളും തോട്, പാലങ്ങൾ, അതുപോലെ നിറയെ പുഴകൾ, ഇതൊക്കെ ധാരാളം ഉണ്ട്. വെള്ളത്തിനൊരു ക്ഷാമമില്ല. ചിലപ്പോൾ ഈ ഒരു ഉത്തര കന്നഡ എന്നാണ് ഇവിടെ ഹോട്ടലിൽ പറഞ്ഞത്. ഈ ഒരു ഉത്തര കന്നഡ ഭാഗത്തായിരിക്കും ചിലപ്പോൾ കൂടുതൽ വെള്ളം പ്രശ്നമില്ലാത്തത്. പക്ഷെ വരണ്ട പ്രദേശങ്ങളും കന്നഡത്തിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വരണ്ട പ്രദേശമല്ല. കുംട്ട എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്. കുംട്ട ഫയർ സ്റ്റേഷൻ അങ്ങനെയൊക്കെ കണ്ടു. ഈ ഗ്രാമം തന്നെയാണ്, വലിയ ഇതൊന്നുമല്ല, ഗ്രാമപ്രദേശം തന്നെയാണ്, പക്ക ഗ്രാമപ്രദേശമാണ്. കുംട്ട എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം അത്ര ചെറിയൊരു ഗ്രാമമല്ല കേട്ടോ. നേരത്തെ കണ്ടത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഇത് അത്യാവശ്യം ഒരു ചെറിയൊരു ടൗൺ ആണ്. കുംട്ട അത്യാവശ്യം ഷോപ്പുകളും കാര്യങ്ങളൊക്കെയുള്ള ഒരു ചെറിയൊരു ടൗൺ തന്നെയാണ്.
കേട്ടോ ഈ സ്ഥലം കാണാൻ. ഫുള്ള് മലകൾ ഇങ്ങനെ കയറി ഇറങ്ങിയും സൈഡിൽ കൂടിയും ഒക്കെയുള്ള വഴിയാണ്. ഫുള്ള് മലകളാണ്, ചുറ്റും മലകളാണ്. അവിടെ നമുക്ക് വലിയൊരു പുഴയുണ്ട്. പുഴയുടെ സൈഡിന് മുന്നിലും അപ്പുറത്തെ വശത്തും ഒക്കെ മലയാണ്. മല വെട്ടി ഉണ്ടാക്കിയ പാതകളാണ്. പിന്നെ നല്ല ശക്തിയുള്ള കാറ്റാ. അത് കാരണം പറഞ്ഞാൽ എന്തെങ്കിലും കേൾക്കുമെന്ന് അറിയില്ല. നല്ല കാറ്റാണ്. ഇതിന്റെ ഹൈറ്റിലായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും കാറ്റുള്ളത്. പെട്ടെന്ന് ഇങ്ങനെ ഉത്തര കന്നഡ, എനിക്ക് തോന്നുന്നു ഉത്തര കന്നഡ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗം കഴിഞ്ഞു തോന്നുന്നു. ഉത്തര കന്നഡ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ്, പോലീസിന്റെ ഒരു 8 പോസ്റ്റ് അങ്ങനെയൊക്കെ കണ്ടിരുന്നു. അപ്പൊ അത് അവരുടെ ബോർഡറാണെന്ന് തോന്നുന്നത്. ഉത്തര കന്നഡ ദക്ഷിണ കന്നഡ അങ്ങനെയാണെന്ന് തോന്നുന്നു തിരിച്ചിരിക്കുന്നത്. ഉത്തര കന്നഡ പോലീസ് 8 പോസ്റ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഞാനൊരു പോലീസിന്റെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ കണ്ടത്. ഇത് ചെറിയ രീതിയിൽ കൃഷിഭൂമി പോലെയാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ പാടവും അതൊക്കെ ആയിട്ട് കാണാം. ഈ നദിയുടെ തീരത്ത് തന്നെ ചെറിയ വരമ്പുകളും ചെറിയൊരു വയൽ പോലെ എന്തോ അതൊക്കെ കൊച്ചു കൊച്ചു കൃഷി പ്രദേശങ്ങളൊക്കെ കാണുന്നു. എന്തായാലും നല്ലൊരു അനുഭവമാണ് കേട്ടോ ഈ ഒരു വഴി കൂടെ ഉള്ള ഒരു റൈഡ് എന്ന് പറയുന്നത്. ഞാനിങ്ങനെ പതുക്കെ പോവാണ്, കാഴ്ചയൊക്കെ കണ്ട്. നമ്മുടെ കൂടെയുള്ള ആൾ നല്ല സ്പീഡിൽ പോയി എന്ന് തോന്നുന്നുണ്ട്. അവന് എന്തായാലും എൻ്റെ മുന്നിലാണ്, ഒരുപാട് മുന്നിലാണ്. അവിടെ സിംഗിൾ ലൈനായി. ഇവിടെ മല വെട്ടി ഉണ്ടാക്കുകയാണ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിലൊക്കെ മലയൊക്കെ സൈഡ് ഇടിച്ചാണ് പുതിയ വഴി ഉണ്ടാക്കുന്നത്. 4 വരി പാത ഇവിടെ പണി പകുതി സ്ഥലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു മല വെട്ടിയാണ് ഉണ്ടാക്കുന്ന വഴി ഉണ്ടാക്കുന്നത്. ഈ വഴി അപ്പുറത്താണ് ഇനി ശരിക്കും വരിക എന്ന് തോന്നാൻ. ഇവിടെ ഇപ്പോൾ പഴയ റോഡാണ് കിടക്കുന്നത്. ഇവിടെ അത്ര നല്ല റോഡല്ല, ടാറിങ്ങൊക്കെ മോശമായിട്ടുള്ള റോഡാണ്. ഇനി അപ്പുറത്ത് പണി പൂർത്തിയാകുമ്പോൾ അതുപോലെ 4 വരി ആവും. ഇവിടെയും 4 വരി ആവും. भाई गो करना गो करना गो करना गो करना गो करना उधर है पीछे कितने किलोमीटर? 4 किलोमीटर। हाँ सिर्फ डाउन आते हैं भाई। हाँ डाउन को राइट में राइट में राइट एक 4 किलोमीटर बैक है. अच्छा ओके 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 थैंक यू. दिवाली है ना? हाँ दिवाली में पूजा करते हैं। पूजा करता है पूरा गाड़ी. आप पूजा करता है ऐसा? हाँ? पूरा गाड़ी पूजा करता है. हाँ 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 ओके ओके. खत्म हुआ पूजा? पूजा खत्म हुआ? हाँ ओके ओके. വഴി തെറ്റിയോന്ന് എനിക്കൊരു സംശയം തോന്നി. ആ സംശയം തോന്നിയിട്ട് ഞാൻ അവിടെ ഒരു ഓട്ടോയായിട്ട് ഒരു ആൾ നിൽക്കുന്നത് കണ്ടപ്പോൾ ആളോട് ചോദിച്ചതാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞത് ബാക്കിലാ. എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി. ഇനി നേരെ ഗോവയ്ക്കാണെന്ന് തോന്നിയപ്പോൾ ഞാനൊന്ന് സംശയം തോന്നിയപ്പോൾ ചോദിച്ചതാണ്. ഇപ്പം എന്തായി ഇർഷാദ് എങ്ങനെ പോയേക്കണമെന്ന് അറിയില്ല. ഇർഷാദ് നേരെ പോയോ അതോ കറക്റ്റായിട്ടുള്ള റൂട്ട് തിരിഞ്ഞോ എന്നറിയില്ല. അത് പറഞ്ഞാൽ 4 കിലോമീറ്റർ അവിടെ നിന്ന് തിരിഞ്ഞു പോകണം, ഈ ഹൈവേയിൽ നിന്ന് തിരിയണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഞാൻ റൂട്ട് നോക്കിയപ്പോൾ ഞാൻ ഇത്ര നേരം ഇട്ടിരുന്നില്ല. ഇതിൽ നോക്കുമ്പോൾ കാണിക്കുന്ന 25 മിനിറ്റാണ് ഇനി കാണിക്കുന്നത്. 16 കിലോമീറ്റർ ആണ് ഇനി ഇങ്ങോട്ട്. ഇർഷാദ് എന്തായാലും റൂട്ട് മാപ്പ് ഒന്നും ഇട്ടിട്ട് ഇർഷാദ് ഇതുവരെ പോയി കണ്ടിട്ടില്ല. അപ്പോൾ അവൻ തെറ്റി പോയിട്ടുണ്ടാവാൻ സാധ്യത. ഞാൻ വിളിച്ചു അവനെ, വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ തിരിച്ചു വിളിക്കും അവൻ. ഗോവ എത്തിയാവോ ദൈവത്തിനറിയാം. റോഡ് ഗോകർണ റോഡ്. ഇത് ഗോകർണ റോഡ് എന്ന് ഇവിടെ മാപ്പിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു റോഡ് വിചാരിക്കില്ല കാണുമ്പോൾ നമുക്ക് പോകേണ്ട ഒരു മെയിൻ റോഡാണെന്ന് തോന്നില്ല. നമ്മളിവിടെ നിന്ന് നേരെ പോയി പോകേണ്ടിയിരുന്ന റൂട്ട് ഇതായിരുന്നു. ഇവിടെ ഇർഷാദ് തിരിഞ്ഞു പോരാൻ ചാൻസ് കുറവാണ്. ഇനി 9 കിലോമീറ്റർ ആണ് ഈ ഒരു റൂട്ടിൽ കാണിക്കുന്നത്. ഗോകർണ പോകുന്ന ഈ ഒരു റൂട്ട് തനി നാട്ടുമ്പുറമാണ്, ഉൾപ്രദേശമാണ്, ചെറിയൊരു വഴിയുമാണ്. ഒരു പ്രധാന റോഡൊന്നുമല്ല, ഒരു ചെറിയൊരു റോഡാണ്. എന്നാൽ നല്ല തിരക്കും ഉണ്ട് കേട്ടോ. നല്ല ആളുകൾ കുറേ അവിടെ പോകുന്ന ഒരു റൂട്ടാണ്, നാട്ടുമ്പുറമാണ്. പക്ഷേ നല്ല രസമുണ്ട് ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യാൻ. തനി പക്ക ഗ്രാമം, ഈ നാട്ടുമ്പുറത്തൊരു സ്കൂള്. ഇതിപ്പോൾ ആകെ ടെൻഷനായി കഴിക്കുന്നത്. ഇപ്പോൾ ഇർഷാദിനെ വിളിച്ചിട്ട് കിട്ടണില്ല. ഇർഷാദിന് ഒരുപാട് കോളായി ഞാൻ വിളിക്കുന്നു.
അത്യാവശ്യമെങ്കിൽ മാത്രമേ പുറത്തു പോകാവൂ. ഫേസ് കവർ അല്ലെങ്കിൽ മാസ്ക് ധരിക്കുമ്പോൾ വായയും മൂക്കും മുഴുവനായും മൂടുവാൻ ശ്രദ്ധിക്കുക. പൊതുസ്ഥലങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 2 മീറ്റർ അകലം പാലിക്കുക. കൈകളുടെ അവൻ ഫോൺ എടുക്കുന്നില്ല. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു പക്ക ഗ്രാമപ്രദേശമാണ്. ഇതൊരു സാധാരണ ആർക്കും തോന്നില്ല ഇത് ഗോകർണ റൂട്ടാണെന്ന്. അങ്ങനെ ഒരു മെയിൻ ഒരു റൂട്ട് പോലെ തോന്നിക്കാത്തൊരു വഴിയാണ്. പിന്നെ ഈ വഴി അവൻ പോകാൻ ചാൻസ് കുറവാണ്. അവൻ നേരെ പോയിട്ടുണ്ട്. അവൻ ബാക്കിൽ വരാൻ പറഞ്ഞാൽ അവൻ വരില്ല. അവൻ ഫ്രണ്ടിൽ വേഗം സ്പീഡിൽ പോകും. ഞാനാണെന്ന് പതുക്കെയാണ് വന്നത്. ഇതിപ്പോൾ ആകെ ടെൻഷനായി. എന്തെങ്കിലും സംഭവിച്ച് എന്താണെന്നൊന്നും അറിയാത്തൊരു അവസ്ഥയാണ്. ഇപ്പോൾ അവൻ ഫോൺ എടുക്കാണ്ടാവുമ്പോൾ ടെൻഷനാവാണ്. പക്ഷെ ഞാൻ ബാക്കിലേക്ക് എന്ത് വിചാരിച്ച് പോവും, മുന്നോട്ട് എന്ത് വിചാരിച്ച് പോവും, വല്ലാത്തൊരു അവസ്ഥയാണിത്. അപ്പം ഞാനിവിടെ നിൽക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഇങ്ങനെ ചെറിയൊരു വഴിയാണ്. ഇവിടുത്തെ ആളുകൾ പോലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ട്രൈബൽസൊക്കെ ഡ്രസ്സ് എടുക്കുന്ന പോലെയൊക്കെയാണ് ഇവിടെ വയസ്സായ അമ്മമാരൊക്കെ ഡ്രസ്സ് കാണുന്നത്. അതുപോലെ അത്രയും ഉൾപ്രദേശമാണ്, ഗ്രാമപ്രദേശമാണ്. അതിൽ കൂടെയാണ് ഈ ഗോകർണ റൂട്ട്, ഈ ഒരു റൂട്ട് പോകുന്നത്. ഇതിപ്പോൾ അവനെ കിട്ടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് അവൻ ഫോൺ എന്തുകൊണ്ട് എടുക്കണില്ല എന്നുള്ളതാണ് ഇപ്പോൾ ടെൻഷൻ. ഞാനിപ്പോൾ കുറച്ച് നേരമായി ഇവിടെ നിൽക്കുന്നു. അവനിപ്പോൾ ഏകദേശം ഒരു 50-ലധികം തവണ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവൻ എടുക്കുന്നില്ല. അപ്പം എന്താ സംഭവിച്ചതെന്നറിയില്ല. അപ്പോൾ എന്തായാലും അവൻ വഴി തെറ്റാതെ കറക്റ്റ് ഈ റൂട്ട് പോയിട്ടുണ്ടെന്ന് പ്രതീക്ഷിച്ച് കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ പിന്നിലേക്ക് പോയിട്ട് കാര്യമുണ്ടോയെന്ന് എനിക്ക് അറിയുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. എന്തായാലും കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് പോയി നോക്കുകയാണ്. അവൻ ഗോകർണ ആരോടെങ്കിലും റൂട്ട് ചോദിച്ചിട്ട് ഈ റൂട്ട് തന്നെ വന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വിളിക്കുന്നു. എന്താണെന്നിപ്പോൾ അറിയാം. ഇർഷാദ, നീ ഇത് എവിടെയാ? ഗോകർണ എത്തിയാ? കറുവാറെത്തിയാ? നീ എന്ത് ഇത്ര നേരം ഫോൺ എടുക്കാത്ത? ഞാൻ പതുക്കെ നിന്നെ അന്വേഷിച്ച് നിന്ന് പോരണ. എങ്ങനെ നീ എന്നെ കാണാണ്ട് ഞാൻ എങ്ങനെ ധൈര്യപ്പെട്ട് പോരടാ? നീ കറുവാറ എത്ര പേര് എന്താ ഫോണൊന്നും നോക്കാത്ത? എത്ര വിളിക്കണ നിന്നെ? ഞാൻ പേടിച്ചു എന്തുട്ടാ സംഭവിച്ചിരിക്കണേന്ന് അറിയില്ല. നീ ഫോൺ ഇത്ര നേരമായിട്ട് എടുക്കാണ്ടാവുമ്പോ നിനക്ക് എന്തെങ്കിലും പറ്റിയെന്നല്ല വിചാരിക്കണേ? പോടാ, 10 മിനിറ്റാ. ഞാൻ എപ്പോ തൊട്ട് തുടങ്ങിയതാ? നീ എത്ര മിസ് കോൾ ഉണ്ടെന്ന് നോക്കിയേ. നന്നായി. ഞാൻ ഗോകർണ എത്തണുള്ളൂ. ഞാൻ അവിടെ നിന്ന് ഗോകർണക്ക് തിരിയണ വഴി നീ വഴി തെറ്റിയിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ച സംശയമായിട്ട് ഞാൻ തെറ്റിപ്പോയി മുന്നോട്ട്. അതപ്പം എനിക്ക് തോന്നി നീ എന്തായാലും വഴി തെറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നിന്നെ വിളിച്ചേ. കറുവാറങ്ങി കറുവാറ്, ഗോകർണയിലും കുഴപ്പമില്ല. ഫസ്റ്റ് ഗോകർണ. ശരി, നീ ഇടയ്ക്ക് ഫോണൊന്നും നോക്കാണ്ട് ബെസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ പേടിച്ചിട്ട് എന്തിനാ ചെയ്യണ്ടേന്ന് അറിയാണ്ട് ആകെ ഇതായി നിൽക്കായിരുന്നു. കറുവാറ് നിന്റെ ലൊക്കേഷൻ കടാക്കി എന്നിട്ട് നോക്കാം. ശരി ശരി. ഇവിടെ ഒരു ആശ്വാസമായത്. ഇവൻ ഫോൺ ശ്രദ്ധിക്കാണ്ട് ഇവൻ നേരെ വെച്ച് പിടിച്ച് കറുവാറെത്തി. ഇവിടെ ഒന്നും ഗോകർണം പോലും എത്തിയില്ല ഞാൻ. നന്നായി. എന്തായാലും സമാധാനമായി. ഒന്നും കുഴപ്പമില്ലല്ലോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോവാം. എന്താ അടിപൊളി സ്ഥലമൊക്കെ ആയിട്ട്. ഇത്ര നേരം ഞാൻ ഈ സ്ഥലങ്ങളോ ഭംഗിയോ ഒന്നും ആസ്വദിച്ചില്ല. കാരണം നല്ല ഭംഗിയുള്ള വില്ലേജൊക്കെയാണ്, രസമായിട്ടുള്ള വില്ലേജ് ലൈഫും കാര്യങ്ങളൊക്കെയാണ് കണ്ടിങ്ങോട്ട് പോന്നിരുന്നത്. പക്ഷെ നമ്മളതൊന്നും കാണില്ല. കണ്ണൊക്കെ ആകെ മഞ്ഞ കയറി, ഇരുട്ട് കയറി കണ്ണില്. എന്താ പറയാ, കൂടെയുള്ള ആള് എന്താ പറ്റിക്കണം? ഇവന്റെ ഫോൺ ഇവനെ വല്ലതും പറ്റി? ഞാൻ ചിന്തിച്ച് കാട് കയറി. കാരണം ഇവനെ വല്ലതും പറ്റി, ഇവനെ ഫോണോ സാധനങ്ങളോ ആളുകൾ കൊണ്ടുപോയി. അവര് ഫോൺ എടുക്കാത്തതായിരിക്കും. അല്ലാതെ ഇത്രയും സമയം ഒരാൾ ഫോൺ നോക്കാതിരിക്കില്ലല്ലോ. ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ ഉറപ്പിച്ചു, ഞാനപ്പോൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു, ഇനി പോലീസ് സ്റ്റേഷനിൽ എങ്ങാനും പോയി പറയാം. ഇവന്റെ വണ്ടി നമ്പർ എങ്ങനെ കിട്ടും? വണ്ടി നമ്പർ എനിക്ക് കാണാണ്ട് അറിയില്ല. ഇതൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് നമ്മുടെ സഞ്ചാരി ഗ്രൂപ്പിൽ എങ്ങാനും വേറെ ഒരു വീഡിയോ ഇടാം, ഇങ്ങനെ കാണാനില്ല എന്തെങ്കിലും ഇവിടെ ഈ ഭാഗത്തുള്ളവരൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ വരെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. ഒരാള് കാർവാർ എത്തിയെന്ന് പറയുന്നത് 90 കിലോമീറ്റർ പോയിട്ടുണ്ട്. എന്തായാലും പോവാം. സമാധാനമായി. ഇനിയിപ്പോൾ അവിടെ ഉണ്ടല്ലോ അവൻ. ഓക്കെ, നേരത്തെ തെറ്റി കാണിച്ചത്. അവൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് 59 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ മുന്നിൽ 59 കിലോമീറ്റർ മുന്നിലാണ് അവൻ നിൽക്കുന്നത്. അവനിപ്പോൾ എത്തിയിരിക്കുന്ന, അവൻ അയച്ച ലൊക്കേഷൻ കാണിക്കുന്ന അതാണ്. നേരത്തെ കാണിച്ച ലൊക്കേഷൻ നോക്കിയപ്പോൾ 1 കിലോമീറ്റർ എന്ന് കാണിച്ചു. അത് ഗോകർണയായിരുന്നു. ഇതാണ് ഗോകർണ എന്ന് പറഞ്ഞ സ്ഥലം. ഗോകർണ എന്ന് പറഞ്ഞ സ്ഥലം ഒരു പഴയ ഒരു ടൗണാണ്. ഒരു എനിക്ക് തോന്നുന്ന ഒരു ട്രഡീഷണൽ, ആ ഒരു ഹിന്ദു സ്റ്റൈലിലുള്ള ഒരു
കൾച്ചറും കാര്യങ്ങളുള്ള എനിക്ക് അമ്പലവും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഒരു തീർത്ഥാടന സ്റ്റൈലുള്ള സ്ഥലം തോന്നുന്നു ഗോകർണം. വിദേശ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. ഗോകർണം ഒരു കൊച്ചു ടൗണാണ്, പക്ഷെ നല്ല തിരക്കുള്ള ഒരു ടൗണാണ്. ഒരുപാട് ടൂറിസ്റ്റുകളും വരുന്നുണ്ട്. നമുക്കിനി 59 കിലോമീറ്റർ എത്തണം അവൻ്റെ അടുത്തേക്ക്. कारवार हाँ ये गोकर्ण है. कारवार जाने के कैसा? सीधा ओके. हाँ ഇത് ഗോകർണ. പോലീസുകാരെന്നോട് ചോദിക്കും അവിടെ ഡിവൈഡർ വെച്ച് കൊണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി 1 വേ ആണോ എന്ന് വിചാരിച്ചിട്ട് അവരോട് ചോദിച്ചത്. അവരൊക്കെ നല്ല മര്യാദയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാർവാർ എത്തിട്ടോ. ഇനി നമ്മൾ നേരെ ചെന്ന് റൂം എടുത്ത് കാർവാർ ഇവിടെ കാണാനുള്ള സ്ഥലങ്ങളൊന്നും നടന്ന് കാണാം നമുക്ക്. അങ്ങനെ കാർവാർ വന്നിട്ട് നമ്മൾ റൂം എടുത്തു. ഇതാണ് റൂം. നമുക്കിത് AC 1200 രൂപയാണ് കിട്ടിയത്. 1200 രൂപയ്ക്ക് കുഴപ്പമില്ല, നല്ല റൂമാണ്. അത്യാവശ്യം ഞങ്ങൾക്ക് 2 ആൾക്കൊക്കെ ഇത് ധാരാളമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും AC ഒന്നും സാധാരണ എടുക്കുന്നതല്ല. ഇന്നിപ്പോൾ ഞങ്ങൾ എന്തായാലും എടുത്തു. ക്ഷീണമൊക്കെ ഒന്ന് മാറണം, കിടക്കണം സുഖമായിട്ട്. ഇപ്പോൾ ഇന്ന് നമ്മളിനി നേരെ റൂമിൽ സാധനങ്ങളൊക്കെ ദേ കണ്ടില്ലേ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ 2 ആളുടെയും കൂടി ആകുമ്പോൾ ഒരുപാടുണ്ട്. ഇനി നമ്മൾ നേരെ കാർവാറിലുള്ള കുറച്ച് കാഴ്ചകൾ കാണാൻ പോകും. ഒരു അടിപൊളി ബീച്ചുണ്ട്, അതുപോലെ തന്നെ അവിടെ വലിയൊരു മാർക്കറ്റൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ പോയി കാണാം. അടുത്ത് ധാറാടാണ് ഇപ്പോൾ, കാർവാറല്ല സോറി, ധാറാട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അടുത്തത് പോകുള്ളത്. ഇത് കാർവാർ. നമ്മളിപ്പോൾ നേരെ ബീച്ചിലേക്ക് പോകണം. അതിന് മുമ്പ് അടിപൊളിയൊരു മാർക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ. പല സാധനങ്ങളൊക്കെ ആയിട്ട് വെറൈറ്റി കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ളൊരു മാർക്കറ്റ് കണ്ടു. എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് മാർക്കറ്റൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് പിന്നെ നേരെ നമുക്ക് ബീച്ച് പോവാം. ഇവൻ കുളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും കുളിക്കാമെന്ന് വിചാരിക്കുന്നില്ല. അല്ല നീ കുളി. കാർവാർ മാർക്കറ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ റോഡ് സൈഡിൽ ഫുള്ള് ഇതാണ്. പൂക്കച്ചവടം, അതുപോലെ നിറയെ പശുവുണ്ട്. അതിവിടെ നോർത്ത് സൈഡിൽ വന്ന സ്ഥിരം കാഴ്ചയാണല്ലോ പശുക്കൾ. പിന്നെ അതെ ഫുള്ള് പൂക്കളാണ് കച്ചവടം. ഒരു സൈഡിൽ പൂക്കളാണെങ്കിൽ ഒരു സൈഡിൽ കുറേ സ്റ്റേഷനറി അങ്ങനത്തെ ഐറ്റംസ്. ഓരോ റോഡും പല ടൈപ്പാണ് കേട്ടോ. അവിടെ പല ഐറ്റംസിൻ്റെ കച്ചവടങ്ങളാണ്. വഴിയോര കച്ചവടക്കാരാണ് ഫുള്ളായിട്ട്. ഒരു നല്ല ആക്റ്റീവായിട്ടുള്ളൊരു മാർക്കറ്റാണ്. അടിപൊളി വെറൈറ്റി അല്ലേ? ഇവിടെ നോക്കിയ സ്പൈസസ് ആണ്. ഇതൊക്കെ എന്താ സാധനം അറിയോ? ये क्या चीज़ है? वो मछली का रोस्ट में डालता है. हाँ 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 मछली में मछली ओ का रोस्ट में डालता है. सांबर का ओ 300 रुपये केजी. कोकम है कोकम. മനസ്സിലായി എല്ലാം മനസ്സിലായി. അവന് കഴിക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ നീ തിന്നിട്ട് പോയാൽ മതിട്ടാ. ഫ്രൂട്ട്സ് ആണ് ഫുള്ള്. ഫ്രൂട്ട്സിന് നമ്മുടെ സാധാരണ നാടൻ പഴം ദാ ഫ്രൂട്ട്സ്. ഇനി ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഇങ്ങോട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ്, വാച്ചുകൾ, അങ്ങനത്തെ ഐറ്റംസ് അവിടെയുണ്ട്. ഇവിടെ ഫ്രൂട്ട്സ്, സ്വീറ്റ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ്. ഇവിടെ ഫുൾ പച്ചക്കറിയാണ് കേട്ടോ, വെജിറ്റബിൾസ്. അതായത് ദീപാവലിയുടെ കുറേ സാധനങ്ങളുണ്ട്. ഇതെന്താ പടക്കാണോ എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. ഇത് കൊതുകുതിരിയാണ്, അഗർബത്തി. അഗർബത്തികൾ പലതരത്തിലുള്ളത്. റോസ്,
സാൻഡില് പിന്നെ വെറൈറ്റി അഗർബത്തികളുണ്ട്, ലൂസ് ഉണ്ട്. ഇതൊക്കെ പുതിയ കാഴ്ചയാണ്. ഇതാ ഫുള്ള് പച്ചക്കറിയാണ്. ഈ റോഡിന്റെ ഓരോ വശവും ഓരോ തരം കച്ചവടക്കാരാ. കാർവാറാണ് സ്ഥലം, കാർവാർ. നമുക്ക് നാളെ പോകേണ്ടത് ധാർവാഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ധാർവാഡ് വരുമ്പോ മുളക് ഇരിപ്പ് കണ്ടോ? മുളക്, വെളുത്തുള്ളി ഐറ്റംസ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് പാക്കറ്റ്, പലചരക്ക് ഐറ്റംസ് ഞാൻ പറഞ്ഞില്ലേ, പൊടികളും സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം. അങ്ങനെ അവനെല്ലാവരോടും വിശേഷമൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. എന്താണ് ദീപാവലിയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ചെറിയ രീതിയിലൊക്കെ കച്ചവടം ചെയ്യുന്നവരാട്ടോ. ഫുള്ള് നമ്മുടെ മാർക്കറ്റിലൊക്കെയാണ് കുറച്ച് കൊണ്ടുവച്ചിട്ട് അവരങ്ങനെ കച്ചവടം ചെയ്യുന്ന ചെറിയ രീതിയിലുള്ളവരും വലിയ രീതിയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഇവിടെ. ഈ മാർക്കറ്റിന്റെ തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഇതുപോലെ കൊറോണയും കാര്യങ്ങളുള്ള നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയില്ലേ. ഇവിടെ എല്ലാവരും മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു തിരക്ക്. ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ടോ? നമ്മുടെയൊക്കെ ഫുട്പാത്ത് ഇലക്ട്രോണിക്സ്, ഇത് ടോർച്ച് സാധനങ്ങളൊക്കെ. സ്പൈസസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ഓരോ റോട്ടിൽ കിടന്ന എന്തൊക്കെ വേണം ആ ഐറ്റംസ് ഒക്കെ കിട്ടും ഇവിടെ. വെജിറ്റബിൾസ് തൊട്ട് ഇലക്ട്രോണിക്സ് വരെ. ഇതിങ്ങനെ അങ്ങോട്ടും പല, ഈ ഒരു റോഡ് മെയിൻ ആണെങ്കിൽ വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ റോഡുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. അവിടെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ രീതിയിലുള്ള കച്ചവടക്കാരാണുള്ളത്. സബോള കൂട്ടിയിട്ടുള്ള കച്ചവടമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഡ്രസ്സും ഉണ്ട്. ബാക്കി ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ ഇവിടെ. നല്ല തിരക്ക് പിടിച്ച റോഡാ. ഇതിൻ്റെ ഇടയിൽ കൂടെ വണ്ടികൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് അത്രയും റിസ്ക്കാണ്. ആളുകൾ വഴിയിൽ നിന്നൊന്നും മാറില്ല ഇവിടെ. ഒരു റോഡ് എന്നുള്ളതിൻ്റെ അപ്പുറം കച്ചവടക്കാരും വഴി കാൽനട യാത്രക്കാർക്കുമാണ് പ്രാധാന്യം. അല്ലെങ്കിൽ നോർത്ത് സൈഡിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹോൺ അടിച്ചാലൊന്നും ആളുകൾ വഴിയിൽ നിന്ന് മാറില്ല. നമ്മൾ വണ്ടി ഒതുക്കി കൊണ്ടുപോകണം. എങ്ങാനും മേത്തൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട ഇവരുടെ കാര്യം. നമ്മുടെ നാട്ടിൽ ഉത്രാടപ്പാച്ചിലൊക്കെ പറയില്ലേ, ആ ദിവസങ്ങളിൽ പോലും ഇതുപോലെ ആളുകൾ പർച്ചേസിങ്ങിനും സാധനങ്ങൾ മേടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കാണില്ല. അത്ര തിരക്കാണ്. അത്ര തിരക്കെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർ മുഴുവൻ ഈ മാർക്കറ്റിലുണ്ടെന്ന് പറയാം. എല്ലാവരും സാധനങ്ങൾ മേടിക്കാൻ ഇറങ്ങിക്കാണ്. ഏത് വഴിയിൽ നോക്കിയാലും നിറയെ ആളുകളാണ്. ആ മാർക്കറ്റ് കണ്ടില്ലേ, മാർക്കറ്റിലെ തിരക്ക് ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. പിന്നെ എല്ലാ വഴികളിലും ഇതാണ് അവസ്ഥ. ഈ മാർക്കറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ബീച്ച് വരുന്നത്. തീർച്ചയാതെ കുളിക്കല്ലേ? കടല് തിരയുള്ള കടലാണോ? എന്നിട്ട് കുളിക്കാം അല്ലേ? ഈ ഒരു ബീച്ചിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ആ മലയാ. ശരിക്കും ഇതിൻ്റെ ഒരു സൈഡ്, ലെഫ്റ്റ് സൈഡ് 2 വലിയ മലകൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. ശരിക്കും അവിടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇതിന് കാണാനുള്ളൊരു പ്രത്യേക ഭംഗി കേട്ടോ. ശരിക്കും സൂര്യൻ ഉദിക്കുന്ന രാവിലത്തെ സമയത്തൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ ഡയറക്റ്റ് ഇങ്ങോട്ട് വെയിലടിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇല്ലാത്ത സമയത്ത് ഇവിടെ കാണാൻ നല്ല ഭംഗിയായിരിക്കുന്നു, കണ്ടാലറിയാം. കാരണം ആ മലകൾ കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ ആ സൈഡിൽ കൂടെയാണ് ശരിക്കും ഇങ്ങനെ വഴി ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇതാണ് ബീച്ച് വലിയൊരു ബീച്ചാണ്. അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ബീച്ച് സൈഡാണ്. പിന്നെ അവിടെയൊക്കെ ചെറിയൊരു ഐലൻഡ് പോലെയൊക്കെ കാണാം. അതിലൊക്കെ ഐലൻഡുകളുണ്ട്. അവിടെ ഒരു ഐലൻഡ് കാണാം, ഇതിലൊരു ചെറിയ ഐലൻഡ്. അങ്ങനെ മൊത്തത്തിൽ കാണാൻ നല്ല അടിപൊളിയാണ് ബീച്ച്. ഞാൻ എന്തായാലും ബോട്ടിലൊന്ന് കയറാൻ പോകാം കേട്ടോ. ഇതിലെത്ര പേര് കൊള്ളുന്നറിയില്ല. വലതുകാല് വെച്ച് കയറട്ടെ. അമ്മച്ചി ഇടക്കേട്ടാ. ക്യാമറ കയ്യിൽ നിന്ന് പോകാണ്ട് പിടിക്കാൻ പറ്റിയാൽ മതി. പല ടെൻഷനുള്ളൂ. ഡ്രൈവർ ഇരുന്നു.
ഒരു ഉന്തി നീക്കിയിട്ടാ കൊണ്ടുപോകുന്നത്. ഇത് സ്റ്റാർട്ടാക്കും. ഇപ്പൊ തള്ളി നീക്കിക്കൊണ്ടിരിക്കണേ. ഇനി അത് കഴിഞ്ഞ് സ്റ്റാർട്ടാക്കിയിട്ട് പോവും. അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് അറിയാം. ആഹാ, ഒരു ഓളത്തിൻ്റെ ഇങ്ങനെ ഭൂം ഭൂം നല്ല രസമുണ്ട്. കിടുവേ കിടു കിടു. അടിപൊളിയാട്ടോ. വെള്ളം ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. രസമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. വലിയ ചെരിക്കലും മറക്കലും ഒന്നുമില്ല. കേക്കൊന്നും അറിയില്ല. ചെരിക്കല് ചെരിച്ചു ആ ചേച്ചിക്ക് വീഡിയോ എടുത്ത് കൊടുക്കാനാ പറയുന്ന ആളോട്. ചേച്ചിക്ക് മൊബൈലിൽ വീഡിയോ എടുത്ത് കൊടുക്കാൻ വന്നത്. വോട്ട് നിർത്തി ഓടിക്കുന്ന ആളാ വീഡിയോ എടുക്കാൻ പോണേ. ഓളം കണ്ട കടല്ലേ? ഓളത്തിൽ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കിടക്കുക. അവര് മൊബൈൽ പിടിച്ചിട്ടുണ്ടേ. മൊബൈല് പോവാണ്ടിരുന്നേ. റൗണ്ടടി കഴിഞ്ഞു. 100 രൂപ. കുഴപ്പമില്ല, 100 രൂപയല്ലേ ഉള്ളൂ. കഴിക്കാം. കേട്ടോ, 100 രൂപയ്ക്ക് നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല. 100 രൂപയ്ക്ക് അല്ലേ? 100 രൂപ കൊടുത്തുള്ളൂ. കുഴപ്പമില്ല. എന്തെങ്കിലും ഒന്ന് ഇവിടെ വന്നിട്ട് ചെയ്യണ്ടേ? നീ കുളിച്ചു, ഞാൻ ബോട്ടിൽ കയറി. അതെ. ഇനി ഇറങ്ങാ. അപ്പോൾ ഇതൊക്കെയാണ് കാർവാറിലെ കാഴ്ചകൾ. കാർവാറിലെ വ്യത്യസ്തമായിട്ടുള്ള മാർക്കറ്റും ബീച്ചും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. അപ്പോൾ കാർവാറിലാണ് ഇന്ന് സ്റ്റേ. കാർവാറിൽ ഇന്ന് സ്റ്റേ ചെയ്തുകൊണ്ട് നാളെ രാവിലെ നമ്മൾ പോകുന്നത് ധാർവാഡ് എന്നൊരു സ്ഥലത്തേക്കാണ്. ധാർവാഡ് വഴി ബൽഗം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് നിന്ന് നമ്മൾ പോകുന്നത് പൂനെയാണ് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. പൂനെ എത്താൻ നമുക്ക് നാളെ ഒരു ദിവസം കൊണ്ട് പൂനെ ഓടി എത്തില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഏകദേശം 600 കിലോമീറ്ററോളം ദൂരമുണ്ട്. അത്ര ദൂരം നമുക്ക് ഓടി എത്താൻ അല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മൾ പൂനെയിലെത്തും. നാളെ പോകുന്ന റൂട്ട് ധാർവാഡ് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മനോഹരമായിട്ട് അതുപോലെ തന്നെ വ്യത്യസ്തവുമായ കാഴ്ചകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെയെല്ലാം എക്സ്പ്ലോർ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ അവിടെ ഇറങ്ങി അവിടെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി അങ്ങനെ വീഡിയോ ചെയ്യണമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ല കാഴ്ചകളുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മളവിടെ തീർച്ചയായിട്ടും സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ അവിടുത്തെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ നമ്മൾ കൂടുതൽ മികച്ചതാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. പരമാവധി വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നമ്മൾ ഇതുപോലെ വ്യത്യസ്തവും രസകരവുമായ കാഴ്ചകളുമായിട്ട് കൂടുതൽ രസകരവുമായ കാഴ്ചകളായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ നാളത്തെ ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.